ഏപ്രിൽ 19. ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ വൈകല്യങ്ങളുടെ സാഹോദര്യത്തെക്കുറിച്ചാണ്. 1946 ബില്ലെഴുതിയ ഒരു കത്തിലെ ഭാഗമാണ്. ഇപ്പോൾ ഇതൊരു മദ്യാസക്തനാണെങ്കിലും പൊതുവെ നമ്മൾ വിജയങ്ങളുടെ കാര്യത്തിലായിരുന്നില്ല നമ്മൾ മീറ്റിംഗ് കേൾക്കുമ്പോൾ മറ്റുള്ള ആളുകൾ അവരുടെ കുറവുകളും അവർക്കുണ്ടാകുന്ന കുഴപ്പങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് അതിലെല്ലാം എന്നെ കാണാൻ എനിക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ ബില്ലിൻ്റെ ജീവിതമാണെങ്കിലും വേണ്ടില്ല, ബില്ലിന് ശേഷം വരുന്ന ഓരോ പഴമക്കാരായ 7 അംഗങ്ങളും അവരൊക്കെ ചെറുപ്പകാലം തൊട്ടിട്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല കുഴപ്പങ്ങളും അവർക്കുണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പല വൈകല്യങ്ങളും ഒരേപോലെയുള്ളതായിട്ട് കാണാൻ പറ്റും. മറ്റുള്ള ആളുകൾ പറഞ്ഞത് കേൾക്കായ്മ ആളുകളി ഉണ്ടാവുക, എല്ലാം എൻ്റെ ചിന്തയിലൂടെയാണ് പോണത്, ഞാൻ അറിഞ്ഞത് മാതിരിയാണ് കാര്യങ്ങൾ നടക്കുക എന്ന ചിന്ത, ആളുകളെ നമ്മൾ വിചാരിച്ച മാർഗത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നടത്തിയ പ്രയത്നങ്ങൾ, എന്നിട്ടുണ്ടായ പരാജയങ്ങൾ, ആളുകളും ലോകവും ഒക്കെ തെറ്റുകാരായിരുന്നു എന്ന് പറയുക, ഇത്തരത്തിലുള്ള നിരവധി കുഴപ്പങ്ങൾ കാണാൻ കഴിയുകയാണ്. ഇതെല്ലാം എനിക്കും ഉണ്ടായിരുന്നു എന്നതോടത്താണ് അവർ ചെയ്ത ആ പ്രോഗ്രാം 12 പടികളിലൂടെ പോകേണ്ട കാര്യമുണ്ട്. അവിടെയാണ് ഒരാളെ നമ്മൾ കേൾക്കുകയും ആ പ്രോഗ്രാം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് എന്നുള്ളത് എടുക്കേണ്ട കാര്യമൊക്കെ വരുന്നത്. ഏകദേശം സഹോദരങ്ങളെ പോലെ പ്രവർത്തിക്കാവുന്ന സർവ്വസമ്മതമായ രക്ഷാമാർഗം എന്ന് നമ്മുടെ 1-ാമത്തെ പടിയിൽ തന്നെ പറയാറുണ്ട്. ഏകദേശം സഹോദരങ്ങളെ പോലെയാണ്, വൈകല്യങ്ങളിലെ സാഹോദര്യം തന്നെയാണ് അവിടെ. അവർക്കുണ്ടായിരുന്ന പരാജയങ്ങളുണ്ട്. അപ്പോൾ വീണ്ടും പരാജയങ്ങൾ ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ അവർ മുന്നോട്ട് പോയ ആ മാർഗത്തെ എനിക്ക് സ്വീകരിക്കാനായി പറ്റും. വൈകല്യങ്ങൾ ഒരേപോലെ ഉണ്ടാവുമ്പോൾ ആ വൈകല്യങ്ങളെ മാറ്റാനാണ് അവർ പടികളിലൂടെ കടന്നുപോയത്. 4-ാമത്തെ പടിയൊക്കെ ആ രീതിയിൽ തന്നെയാണ്. 4-ാമത്തെ പടിയിലൂടെ ആ ധാർമ്മിക നിലവാരത്തെ വിലയിരുത്താനായിട്ട് ഞാൻ തുടങ്ങുമ്പോഴാണ് എൻ്റെ കുഴപ്പങ്ങളെയും എൻ്റെ പരാജയങ്ങളും ഉണ്ടായിരുന്നതിന് കാരണമായ എൻ്റെ വൈകല്യങ്ങളെ കണ്ടെത്താനായിട്ട് പറ്റുക. അവിടെ അങ്ങനെ കണ്ടെത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വിനയം ഉണ്ടാവില്ല, വിനയത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റില്ല. ഞാൻ വിനയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും എൻ്റെ വിനയത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റാതിരിക്കുകയും ചെയ്യും. അങ്ങനെ എത്താൻ പറ്റാതെ ആയി കഴിഞ്ഞാൽ എനിക്ക് ഈ ലോകവും ഈ ലോകത്തിലെ ആളുകളും വീണ്ടും തെറ്റുകാരും കുഴപ്പക്കാരുമായിട്ട് മാറാൻ തുടങ്ങുകയാണ്. പ്രോഗ്രാം ചെയ്യുന്നതിന് മുന്നേ എൻ്റെ സ്ഥിതി അതായിരുന്നു. ഓരോ ആളുകളുടെയും ന്യൂനതകളും കുറവുകളും കണ്ടെത്തുക, ഒന്നും നല്ലത് എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറവുകളൊക്കെ ഉണ്ടാവും, പക്ഷെ ആ കുറവുകളൊക്കെ എനിക്ക് ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ പറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ ഗൂഢാലോചന സിദ്ധാന്തം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഈ വൈകല്യങ്ങളൊക്കെ പല രീതിയിൽ വേറിയും കുറഞ്ഞൊക്കെ എനിക്കുണ്ടല്ലോ എന്ന് ഞാനൊന്നും അങ്ങോട്ട് പരിശോധിച്ചാൽ മതി. ആ പരിശോധനയാണ് 4-ാമത്തെ പടിയിലെ ധാർമ്മിക നിലവാരത്തെ മുന്നേ കടന്നുപോയ ആളുകൾ ബിഗ് ബുക്കിലൊക്കെ പറയുന്ന പോലെ ആ രീതിയിൽ നമ്മൾ കണ്ടെത്താൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ സ്വഭാവങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുക. അപ്പോഴാണ് നമ്മുടെ സ്വഭാവത്തിന് നമുക്ക് എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മുടെ പിന്തിരിപ്പൻ ചിന്തകളെ കൊണ്ട് നമ്മൾ നടക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവും. നമുക്ക് മാറ്റമില്ലാത്ത നമ്മൾ അറിഞ്ഞ സത്യങ്ങളും നമ്മൾ അറിഞ്ഞ ചിന്തകളൊക്കെ ഇത് ശരിയാണെന്ന് നമ്മൾ കരുതുകയാണ്. ഗൂഢാലോചന ഉണ്ടാവുന്നതിൻ്റെ പ്രധാന കാരണം ആ വ്യക്തി ഇങ്ങനെയാണ് എന്ന എൻ്റെ ഭയാസുകളാണ്. ഞാൻ അവനെ ഇങ്ങനെയാണ് എന്നും ധരിക്കുകയും എൻ്റെ മുന്നേ ഉണ്ടായ അനുഭവങ്ങളിൽ നിന്ന് എനിക്കിങ്ങനെ തോന്നിയതാണ്. എനിക്ക് ഇങ്ങനെ തോന്നുമ്പോൾ ഇതിന് മറുവശമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണം. എന്നെയും പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ പറയാറുണ്ട്, അയ്യോ അവരെന്നെ തെറ്റിദ്ധരിച്ചു, ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ച്, ഞാൻ അങ്ങനെ ആയിരുന്നു എന്ന്. ഇതേപോലെ മറ്റുള്ളവർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല, അതെനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, അതെൻ്റെ വൈകല്യമാണ്. അപ്പം മറ്റുള്ളവരുടെ വൈകല്യങ്ങളിലേക്കും മറ്റുള്ളവരുടെ കുറവുകളിലേക്കും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇതേ സാധനം ആ കണ്ണാൽ നേരെ തിരിച്ച് എന്നിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പിന്തിരിപ്പൻ ചിന്തകളെ കുറയ്ക്കാനായിട്ട് എനിക്ക് പറ്റുന്നതാണ്. അത് ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് ഉണ്ടാവേണ്ടത് എൻ്റെ പിന്തിരിപ്പൻ ചിന്തകളെ കുറയ്ക്കുക എന്നുള്ളതാണ്. എനിക്ക് എങ്ങനെ മാർഗങ്ങൾ എടുത്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും? അതല്ലെങ്കിൽ ഞാൻ ഈ വനത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് പകരം വനത്തിലെ ഏറ്റവും മോശമായ കാര്യങ്ങൾ മാത്രം കാണുകയും അതിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുകയും എൻ്റെ രോഗശമനം എനിക്ക് ഇല്ലാതിരിക്കുകയും ചെയ്യും. ഞാൻ മറ്റുള്ളവരുടെ രോഗശമനത്തിലേക്ക് വന്നാലാണ് കുറേ കൂടി നല്ല അവസ്ഥ എനിക്ക് ഉണ്ടാവുക എന്ന രീതിയിൽ ഞാൻ പറയും. അപ്പോൾ പിന്തിരിപ്പൻ ചിന്തകളെ ഞാൻ കുറയ്ക്കേണ്ടതുണ്ട് എന്നുള്ള ബോധ്യമാണ്, എന്നെ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് എനിക്ക് സമ്മാനങ്ങൾ, ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ സമ്മാനങ്ങൾ, എൻ്റെ സുദൃഢമായ സുബോധം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് 4-ാം പടി വളരെ പ്രധാനപ്പെട്ടായിരുന്നു. കാരണം ഇന്നത്തെ ജീവിതത്തിലും
ഏറ്റവും പ്രധാനമായിട്ടൊരു തെറ്റുണ്ടാവുമ്പോൾ മറ്റുള്ളവരുടെ വൈകല്യങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കാതെ മാറിപ്പോകുന്നത് അത് ഭയം കൊണ്ടൊന്നുമല്ല. അത് വേണ്ട എന്ന ചിന്ത, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇങ്ങനെ ആവുമ്പോൾ എല്ലാം അങ്ങോട്ട് തിരുത്തി കഴിഞ്ഞാൽ ഞാൻ ദൈവമായി പോകും, ദൈവം കളി കൊണ്ടല്ല. അവരവരുടെ രീതി പഠിച്ചു വരട്ടെ, എല്ലാവരും അങ്ങനെ പഠിച്ചു വന്നതല്ലേ. അതങ്ങനെ വരട്ടെ, അങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ വൈകല്യങ്ങളൊക്കെ എനിക്കുണ്ട് എന്ന് കണ്ടോണ്ടാ. അപ്പോൾ പലപ്പോഴും നമ്മളത് പ്രൊവോക്കേഷൻ ഉണ്ടായാലും മറ്റുണ്ടായാലും നമുക്ക് മറുപടികളെല്ലാം പറയാനുണ്ടാവും. നമ്മൾ പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ചിന്തയിലല്ല ഈ ലോകം പോകുന്നത്. ഞാനല്ല ഡയറക്ടർ എന്ന ബോധ്യത്തെ കൃത്യമായി ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ നാലാമത്തെ പടിയുടെ ആ ധാർമ്മിക പട്ടി കണ്ടെത്തണം. മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും, മറ്റുള്ളവർ ഈ ലോകത്തെ നശിപ്പിക്കുന്നു, മറ്റുള്ളവരുടെ പ്രവൃത്തികൾ ശരിയല്ല എന്ന് തുടങ്ങി നൂറ് പരാതികളും പരിവട്ടങ്ങളും എനിക്കുണ്ടാകുമ്പോൾ എനിക്ക് മാറാനായി പറ്റില്ല. അപ്പം ഞാൻ കാണുന്നതിനെല്ലാം കുറ്റമായിരിക്കും. ഞാൻ കണ്ടതും ഞാൻ മനസ്സിലാക്കിയതുമായ മീറ്റിംഗ്, ഞാൻ പോകണ മീറ്റിങ്ങിൽ ആളുകൾ വന്നാലാണ് സോബർ ആവുക എന്ന് പോലും ഞാൻ പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങും. കാരണം എനിക്കതേ അറിയൂ. ഞാൻ കണ്ട വാർപ്പ് മാതൃകളുണ്ട്, ഞാൻ കണ്ട പഴമക്കാര്, ഞാൻ വന്ന രീതി, അതാണ് ശരിയെന്നാ. കൺഫർമേഷൻ ബയാസുകൾ കയറി വരാൻ തുടങ്ങും. അപ്പം അതിനു മുന്നേ പിന്തിരിപ്പൻ ചിന്താഗതി, ഞാൻ കണ്ടത് മാത്രമല്ല സത്യം, മറ്റു മനുഷ്യർ അവർക്ക് വേണ്ട സത്യം അന്വേഷിച്ചു വരും. അങ്ങനെ തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് മുന്നോട്ട് പോയത്. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളെ സ്വീകരിച്ചിരുന്നു എന്ന ആ തോന്നലിലേക്ക് വരാനായിട്ട്, പുരോഗമനപരമായ സമ്മാനങ്ങളെ സ്വീകരിക്കാൻ വളരെ കൃത്യമായിട്ടുള്ള മാറ്റത്തിന് എൻ്റെ കുഴപ്പങ്ങൾ അറിയണം. അപ്പോൾ ആ ഒരു അടിത്തറ, എൻ്റെ കുറവുകളുടെ അടിത്തറയിൽ നിന്നാണ് എനിക്ക് ആത്മീയമായിട്ടുള്ള ഒരു സംഭവത്തെ ഉണ്ടാക്കിയെടുക്കാനായി പറ്റും. അതിന് ഞാൻ എന്നെയാണ് പരിശോധിക്കേണ്ടത്. മറ്റുള്ളവരേൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, അവരുടെ സുബോധം ഏത് രീതിയിലാണ്, അവരെന്താ ചെയ്യുന്ന, അവർ കുടിക്കുന്നുണ്ടോ, ഇവർ കുടിക്കുന്നുണ്ടോ, ഒരാളെ ഫോളോ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. എൻ്റെ രോഗത്തെ അത് ഓരോ ദിവസത്തെ പരിപാടിയായിട്ട് കണ്ടെത്താൻ പറ്റാത്തതിൻ്റെ കാരണം എൻ്റെ ധാർമ്മിക നിലവാരത്തെ വിലയിരുത്താത്തത് കൊണ്ടാണ്. മറ്റുള്ളവരുടെ വൈകല്യങ്ങളും കുറവുകളും അന്വേഷിക്കുന്ന എൻ്റെ പിന്തിരിപ്പൻ ചിന്താഗതികളെ മാറ്റാനുള്ള തയ്യാറെടുപ്പ് കാണുമ്പോഴാണ് ഏകദേശം സഹോദരങ്ങളെ പോലെ പ്രവർത്തിക്കാവുന്ന സർവ്വസമ്മതമായ രക്ഷാമാർഗമായി ആൽക്കഹോളിക്സ് അനോണിമസിനെ കാണാനായിട്ട് എനിക്ക് പറ്റൂ. അതിൻ്റെ ഒരു മാർഗവും തെറ്റല്ല. ഓരോ മനുഷ്യരും അവരവരുടേതായ വഴികൾ കണ്ടെത്തുന്നു എന്ന ബോധ്യം. ആൽക്കഹോളിക്സ് അനോണിമസ് പറയാറുണ്ട്, മദ്യാസക്തി എന്ന് പറയുന്ന രോഗത്തിന് ഞങ്ങൾ മാത്രമാണ് എന്ന് ഞങ്ങൾ പറയാറില്ല. സർവ്വരോഗ സംഹാരിയല്ല എന്ന് പറയുന്ന പോലെ പല മാർഗങ്ങളും പല രീതികളുമുണ്ട്. ഞങ്ങൾ കണ്ടെത്തിയ ഏറ്റവും നല്ല മാർഗം, അതിലേക്ക് വരേണ്ടത് നിർബന്ധപൂർവങ്ങളോ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് അടിച്ചേൽപ്പിച്ചുകൊണ്ടോ അല്ല. മറ്റു മനുഷ്യർ അവരവർക്ക് ഈ ഒരു കാര്യം ഉണ്ടാകുന്നവർക്ക് മാത്രമേ വരുള്ളൂ. ഞാനും അതിലേക്ക് വന്നപ്പോഴാണ് ഈ പ്രോഗ്രാമിലേക്ക് വന്നത് എന്നും, ഈ പ്രോഗ്രാമിൽ നിന്ന് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പിന്തിരിപ്പൻ ചിന്താഗതി വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ വൈകല്യങ്ങളെ കുറിച്ചുള്ള ബോധ്യം എനിക്കുണ്ടാവണം. മറ്റുള്ളവരുടെ വൈകല്യമല്ല, മറിച്ച് എൻ്റെ വൈകല്യമാണ്. അത് ഓരോ ദിവസവും ഉണ്ട്. ഒരു സുപ്രഭാതത്തിലൊന്നും ഞാൻ അങ്ങ് മാറി പുണ്യാളനാവില്ല എന്നും മറ്റുള്ളവരുടെ കുറ്റവും കുറവും കാണുന്ന സാധനം എന്നിലേക്ക് തന്നെ തിരിച്ചു പിടിക്കണം എന്ന് ഓർമ്മിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ കടന്നു വരുന്നത്. നമുക്ക് ഒരുമിച്ചുകൊണ്ട് ഏവരെയും തത്വങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.